നമസ്കാരം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് വരുന്ന കുറച്ച് ഐഡിയകൾ നമുക്ക് കേരള PSCയുടെ എക്സാംസിന് വേണം. നമുക്കതൊന്ന് നോക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ പേടിക്കുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും വരുമ്പോൾ എവിടെയാണ് പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നത്, എവിടെയാണ് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം എളുപ്പമാണ്. പെർമ്യൂട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡർ വേണ്ടുന്ന സ്ഥലത്താണ്. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ വേണം. ലൈക്ക് എയെ സെലക്ട് ചെയ്ത് പിന്നെ ഞാൻ ബിയെ സെലക്ട് ചെയ്യുന്നതും ബിയെ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ എ സെലക്ട് ചെയ്യുന്നതും ഓർഡറിലാണ്. ഇവിടെ എ ബി എന്ന ഓർഡർ, ഇവിടെ ബി എ എന്ന ഓർഡർ. അവിടെ ആ ഓർഡർ നിർബന്ധമാണെങ്കിൽ നമ്മൾ അവിടെ പെർമ്യൂട്ടേഷൻ യൂസ് ചെയ്യും. ഓർഡർ നിർബന്ധമല്ലെങ്കിൽ നമ്മൾ അവിടെ കോമ്പിനേഷൻ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഓർഡർ മാറ്റേഴ്സ്. എവിടെ? പെർമ്യൂട്ടേഷനിൽ ഓർഡർ മാറ്റർ. ഓക്കെ, കോമ്പിനേഷനിൽ ഓർഡർ മാറ്റർ ചെയ്യില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം ക്ലിയർ ആവും. ഓക്കെ, സോ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ നമ്മൾ പഠിക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ റൂളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുവാൻ, ഓക്കെ, ഒരാൾക്ക് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, ഒരു ജോലി ആദ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഘട്ടം 1 ഫസ്റ്റ് ഘട്ടത്തിൽ എം വിധത്തിലും രണ്ടാമത്തെ ഘട്ടത്തിൽ എൻ വിധത്തിലും ചെയ്യാൻ കഴിഞ്ഞാൽ, ഓക്കെ, 2 ഘട്ടങ്ങളിലാണ്. അപ്പം ആ ജോലി പൂർത്തിയാക്കാൻ 2 ഘട്ടങ്ങളായിട്ടാണ് പൂർത്തിയാക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ എം വിധവും രണ്ടാമത്തെ ഘട്ടത്തിൽ എൻ വിധവും ഉണ്ടെങ്കിൽ ആകെ എത്ര രീതിയിൽ ആ ജോലികൾ പൂർത്തിയാക്കാം എന്ന് ചോദിച്ചാൽ ആകെ വിധങ്ങൾ ഈ പറയുന്ന എം ഇൻറ്റു എൻ ആണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അതായത് നമ്മളുടെ പോയിൻ്റ് ഓഫ് വ്യൂ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, ഒരാൾക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പോകുവാൻ 3 വഴികളുണ്ടെന്ന് വെച്ചോ. എയിൽ നിന്ന് ബിയിലേക്ക് പോകുവാൻ 3 വഴികളുണ്ട്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് പോകുവാൻ അയാൾക്ക് 2 വഴികളുണ്ട്. അപ്പം ഒരു എളുപ്പത്തിന് ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന വഴികളെ എ ബി സി എന്നും ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന വഴികളെ 1 2 എന്നും ഞാൻ പേരിട്ടു, നെയിം ചെയ്തു. അങ്ങനാണ് അയാൾക്ക് എയിൽ നിന്നും സിയിലേക്ക് ബി വഴി, അല്ലെങ്കിൽ എയിൽ നിന്നും സിയിലേക്ക് പോകുവാൻ എത്ര വഴികളുണ്ട്? അയാൾക്ക് എയിൽ നിന്നും സിയിലേക്ക് പോകുവാൻ എത്ര വഴികളുണ്ട്? നോക്കിയേ, എയിൽ നിന്ന് ബിയിലേക്ക് എ വഴി പോവാം, ബിയിൽ നിന്ന് സിയിലേക്ക് 1 വഴി പോവാം അല്ലേ. അപ്പോൾ A1 ഒരു വഴിയാണ്. അതേപോലെ ബി പോയി 1 കൂടെ വരാം, B1 ഒരു വഴിയാണ്. സി പോയി 1 കൂടെ വരാം, C1 അടുത്ത വഴിയാണ് അല്ലേ. ഇതേപോലെ തന്നെ എയിലൂടെ പോയിട്ട് 2 വഴി പോയിക്കൂടെ, ബിയിലൂടെ പോയിട്ട് 2 വഴി പോയിക്കൂടെ, സി വഴി പോയിട്ട് 2 വഴി പോയിക്കൂടെ? പോവാം. അപ്പോൾ ആകെ എത്ര എണ്ണമുണ്ട്? 6 എണ്ണം. ഇത് നമ്മൾ ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. വലിയ നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആദ്യത്തെ ഘട്ടം എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ അയാൾക്ക് 3 രീതികളുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ അയാൾക്ക് 2 രീതികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ 3 × 2 6 രീതികളുണ്ട്. എളുപ്പമല്ലേ? ക്ലിയർ അല്ലേ? ഇതേപോലെ വരുന്ന വേറൊരു ചോദ്യമാണ് ഒരാൾക്ക്
ഒരാൾക്ക് 3 ഷർട്ടുണ്ട്, 3 ഷർട്ട് 4 പാൻറ്, 3 ഷർട്ടും 4 പാൻറ്റും ഉണ്ടെങ്കിൽ എത്ര വിധത്തിൽ അയാൾക്ക് ഡ്രസ്സ് ചെയ്യാം? എത്ര വിധത്തിൽ ഡ്രസ്സ് ചെയ്യാം? എളുപ്പമല്ലേ? എം എന്ന് പറയുന്നത് 3 ആണ്, എൻ എന്ന് പറയുന്നത് 4 ആണ്. സോ 3 × 4 12 വിധം. ക്ലിയർ അല്ലേ? ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ റൂള്. മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ വരുമ്പോൾ എന്നുള്ളത് അല്ലെങ്കിൽ ആൻഡ് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. രണ്ടും ഒന്നിച്ച് നടക്കണം. അപ്പോൾ അയാൾ ഡ്രസ്സ് ചെയ്യുമ്പം ഷർട്ടും പാൻറ്റും ഇടണ്ടേ? അപ്പം രണ്ടും ഒന്നിച്ച് നടക്കുകയും വേണം, ഒരുമിച്ച് നടക്കുകയും വേണം. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് അഡീഷൻ റൂൾ. സോ അഡീഷൻ റൂളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർ വരും. അല്ലെങ്കിൽ ഓർ. ഓക്കെ, ഏതെങ്കിലും ഒരു രീതി. അതായത് ഇപ്പം പറയുകയാണ് ഒരു ജോലി, നമ്മൾ പറയാമല്ലോ, ഒരു ജോലി എന്തും ആകാമേ. ഒരു ജോലി ഒന്നുകിൽ എം രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ എൻ വിധം ചെയ്യാം. ഓക്കെ, എങ്കിൽ ആകെ വിധങ്ങളെന്ന് പറയുമ്പം M+N ആണ്. രണ്ടും കൂടെ കൂട്ടണം. അല്ലെങ്കിൽ ഓർ വന്നാൽ കൂട്ടണം. അതും ഇതും ഒന്നിച്ച് വേണമെങ്കിൽ ഗുണിക്കണം. അതല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ കൂട്ടണം. ക്ലിയർ ആണോ? അഡീഷൻ റൂൾ ക്ലിയർ ആണോ? അതായത് 3 ബസ് റൂട്ടുണ്ട്, പിന്നെ 2 ട്രെയിൻ റൂട്ടും ഉണ്ട്. 2 ട്രെയിൻ റൂട്ട്. അപ്പോൾ ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകാൻ 3 ബസ് റൂട്ടും 2 ട്രെയിൻ റൂട്ടും ഉണ്ടെങ്കിൽ എത്ര വിധത്തിൽ യാത്ര ചെയ്യാൻ പറ്റും? എത്ര വിധത്തിൽ യാത്ര ചെയ്യാം? 3 രീതി ബസ്സിൽ പോവാം, 2 രീതി ട്രെയിനിൽ പോവാം. ആകെ 3 + 2 5 വിധത്തിൽ യാത്ര ചെയ്യാം. ഇതാണ് അഡീഷൻ റൂള്. ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? ശരി. ഇനി ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് ഫാക്ടോറിയൽ. സോ ഫാക്ടോറിയലിലേക്ക് വരുമ്പോഴത്തേക്ക് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n × n-1 × n-2 അങ്ങനെ വന്ന് 3 × 2 × 1. ഇതാണ് n ഫാക്ടോറിയൽ. അതായത് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 × 5 ൽ 1 പോകുമ്പോൾ 4 × 4 ൽ 1 പോകുമ്പോൾ 3 × 1 പോകുമ്പോൾ 2 × 1. അങ്ങനെ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിനെയാണ് നമ്മൾ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം
നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇപ്പോൾ ഞാൻ n ഫാക്ടോറിയൽ, ഇപ്പോൾ 5 ഫാക്ടോറിയൽ എന്നുള്ളത് 5 × 4 × 3 × 2 × 1 അല്ലേ? ഇതിൽ നോക്കിയാൽ ഇതിനെ എനിക്ക് 5 × 4 × ഇനി നോക്കേ 3 × 2 × 1 എന്താ? 3 × 2 × 1 3 ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ഇതിനെ 5 × 4 × 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും ക്യാൻസൽ ആയപ്പോട്ട് ഉത്തരം 5 × 4 20. അപ്പോൾ ഈ രീതിയിൽ കാൽക്കുലേഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്നത് ഓർത്തിരിക്കണം. ഇനി 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നതും 1 ആണ്. 1 ഫാക്ടോറിയൽ 1 ആണ്. 2 ഫാക്ടോറിയൽ 2 ആണ്. 3 ഫാക്ടോറിയൽ 2 × 3 6 ആണ്. 4 ഫാക്ടോറിയൽ 6 × 4 24 ആണ്. 5 ഫാക്ടോറിയൽ 24 × 5 120 ആണ്. 6 ഫാക്ടോറിയൽ 120 × 6 720 ആണ്. ഇത്രയും ഇതിലുള്ളതൊക്കെ ഓർത്തിരിക്കുക. 7 ഫാക്ടോറിയൽ വരുമ്പോൾ ഇതേ × 7 വരും. സോ 7 ഫാക്ടോറിയൽ വരുമ്പോഴത്തേക്ക് 7 × 2 14, 7 × 7 49 + 50, സോ 5040 വരും. ആ രീതിക്ക് ഒരു 10 വരെയുള്ള നമ്പറുകളുടെയൊക്കെ ഫാക്ടോറിയൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പറയുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ബേസിക്സ്. ഓക്കെ, അപ്പം പെർമ്യൂട്ടേഷനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പെർമ്യൂട്ടേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്, പെർമ്യൂട്ടേഷൻ്റെ പ്രോബ്ലവും പെർമ്യൂട്ടേഷനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ വീഡിയോയിൽ കോമ്പിനേഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ? ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറ. ഓക്കെ, താങ്ക് യു.